കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. തിരൂർ വടകുറുമ്പുകാവ് ക്ഷേത്രത്തിലെ പൂരത്തിനിടെ കരിമ്പ് ജ്യൂസ് കച്ചവടക്കാരന്റെ ഫോണും പണവും മോഷ്ടിച്ചു. മിണാലൂർ സ്വദേശി കൃഷ്ണകുമാറിന്റെ മൊബൈലും ഫോണും 6000 രൂപയുമാണ് മോഷണം പോയത്. ഉത്രാളിക്കാവ് പൂരത്തിന് പോകാനായി സാധനങ്ങൾ മാറ്റുന്നതിനിടെ തിരൂർ അമ്പലത്തിന് സമീപം വെച്ചിരുന്ന ഫോണാണ് മോഷണം പോയത്. മാസ്ക് ധരിച്ചെത്തിയ മധ്യവയസ്കയായ സ്ത്രീയാണ് മോഷണം നടത്തിയത്. ഇവർ വെള്ളയും നീലയും കലർന്ന സാരിയാണ് ധരിച്ചിരുന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. തിരൂര് കച്ചവടം ചെയ്തിട്ട് ഞാൻ ഉത്രാളിക്കാവിലേക്ക് കച്ചവടം കയറ്റാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ പെഞ്ച് രണ്ടാമത്തെ കുട്ടി ഉണ്ടായിരുന്നു. 3 പേര്. അവളെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഒതുക്കുന്ന നേരത്ത് എൻ്റെ മൊബൈൽ താഴ്ത്തു വീണ് പോകേണ്ടതിന് ഞാൻ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മധ്യവയസ്ക സ്ത്രീ മാസ്ക് ഇട്ട് വന്ന് ലോട്ടറി വെക്കുന്ന സ്ത്രീയാണ് വന്ന് മൊബൈൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ പോലെ മൊബൈൽ പെട്ടെന്ന് ബാഗിലേക്ക് അടിച്ചു മാറ്റലും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലേക്ക് കവർ ചെയ്തിട്ട് നടക്കലും ബ്ലോക്ക്. അവിടെ പിന്നെ ഭയങ്കര ബ്ലോക്കാണ്, ക്രൗഡാണ്. എന്നുവെച്ചാൽ തിരൂർ പൂരം നടക്കുന്ന ക്രൗഡാണ്. ആ ക്രൗഡിൽ വന്ന വടക്കാഞ്ചേരി വണ്ടിയിൽ കയറിയിട്ട് നമ്മുടെ അകമല ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് അവർക്ക്, പോലീസുകാർക്ക്. മറ്റേ വിയൂർ സ്റ്റേഷനിൽ അകമല ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അകമല ലൊക്കേഷനിൽ ഒരു പോലീസുകാരനെ കൊണ്ട് ഇത്ര നേരം നടന്നു. പക്ഷെ അവർ നടക്കുന്നുണ്ട്, അവരും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് പറഞ്ഞത് ഒരു മീഡിയ വിടും, ഒരു യൂട്യൂബിൽ ഒരു കാര്യം വിടും, എല്ലാവരും കിട്ടിക്കഴിഞ്ഞാൽ തരുന്നത്. മധ്യവയസ്ക സ്ത്രീയാണ്, മാസ്ക് ഇട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ മൊബൈലിൻ്റെ മറ്റേ നമ്മുടെ പേഡിൻ്റെ ഇടയിൽ ഒരു 6000 രൂപ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട്. പിന്നെ മൊബൈലിൽ പൈസ ഉണ്ട്, അത് ഗൂഗിൾ പേ ഉണ്ട്, അത് അവർക്ക് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാൻ പതിയെ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്. പിന്നെ തന്നെയല്ല, മൊബൈൽ എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത്ര നല്ലതാണ്. വേണ്ടപ്പെട്ട ആൾക്കാരെയും കരിമ്പിൻ്റെയും അതുപോലെ എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതും ഒക്കെ അതിലാണ്. സംഭവത്തിൽ കൃഷ്ണകുമാർ തിരൂർ പോലീസിൽ പരാതി നൽകി. മോഷണത്തിന്റെ വ്യക്തമായ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.